ബീഹാർ പിടിക്കാൻ ഇന്ത്യ സഖ്യം ആഞ്ഞു ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നിട്ടും രാഹുൽ ഗാന്ധി കാണാമറയത്ത് തുടരുകയാണ്. വോട്ട് ചോരി യാത്രയിലൂടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത ബീഹാർ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ രാഹുൽ ഗാന്ധി വീണ്ടും എത്തി തെരഞ്ഞെടുപ്പിൽ ശക്തമായ സ്വാധീനമാകുമെന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും പ്രതീക്ഷിച്ചത്. എന്നാൽ പിന്നീട് ബീഹാറിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയില്ല. രാഹുൽ എവിടെ എന്ന ചോദ്യം ബീഹാറിൽ ഉയരുമ്പോൾ കോൺഗ്രസിന് മറുപടിയില്ല എന്നതാണ് സത്യം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും RJD നേതാവ് തേജസ്വി യാദവും പര്യടനത്തിൽ സജീവമായിരിക്കെയാണ് രാഹുലിന്റെ അഭാവം ചർച്ചയാകുന്നത്. 16 ദിവസം നീണ്ടുനിന്ന വോട്ടധികാര യാത്രയിലൂടെ ബീഹാറിന്റെ രാഷ്ട്രീയ തലങ്ങൾ ഇളക്കിമറിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഷ്ട്രീയ വേദികളിൽ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നു. സെപ്റ്റംബർ 1 പട്നയിലെ ഗാന്ധി മൈതാനത്ത് വോട്ടധികാര യാത്രയുടെ സമാപന ചടങ്ങിലാണ് രാഹുലിന്റെ ബീഹാറിലെ അവസാന പൊതുപരിപാടി നടന്നത്. 25 ജില്ലകളിലൂടെയും 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും 1300 കിലോമീറ്റർ സഞ്ചരിച്ച യാത്രയിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തന ശേഷിയെ പുതുക്കിയെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നുവെങ്കിലും അതിനുശേഷം രാഹുലിനെ കാണാതായിരിക്കുകയാണ്. 29 ദിനം പിന്നിട്ടിരിക്കെയാണ് രാഹുൽ ബീഹാറിലെത്തിയിട്ട്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിന്റെ ബാനറിലും രാഹുലിന്റെ ചിത്രം കാണാനായില്ല. പട്ന റാലിക്ക് ശേഷം പൊതുസ്ഥലങ്ങളിൽ രാഹുലിനെ വെറും 5 തവണ മാത്രമാണ് കണ്ടത്. ഇതൊന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടില്ല. സെപ്റ്റംബർ അവസാനം ഗുരുഗ്രാമിലെ ഒരു പിസ്സ ഔട്ട്ലെറ്റിലും പിന്നീട് കൊളംബിയയിലും ചിലിയിലുമുള്ള സർവകലാശാല പ്രഭാഷണങ്ങളിലും ഒക്ടോബർ 17 അസമിലെ ഗായകൻ സുബീൻ ഗാർഗിന്റെ ഗ്രാമ സന്ദർശനത്തിലും ഒക്ടോബർ 20 ഡൽഹിയിലെ ഒരു മധുരകടയിലുമാണ് അവസാനമായി രാഹുലിനെ കണ്ടത്. ബീഹാർ പ്രതിപക്ഷ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവിനൊപ്പം വോട്ടധികാര യാത്രയിൽ പങ്കെടുത്തതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പ്രചാരണ രംഗത്ത് നിന്ന് അപ്രത്യക്ഷനായത്. 16 ദിവസമായി നീണ്ടുനിന്ന യാത്ര ബീഹാറിലെ 25 ജില്ലകളിലൂടെയും 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും 1300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വൻ ജനപിന്തുണ നേടിയിരുന്നുവെങ്കിലും അതിനുശേഷം രാഹുലിന്റെ സാന്നിധ്യം ബീഹാറിൽ കാണാനായിട്ടില്ല എന്നത് വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേജസ്വിയുടെ റോഡ് ഷോകൾക്കുമിടയിൽ രാഹുലിന്റെ അഭാവം ശ്രദ്ധേയമാകുന്നു. കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഛട്ടുത്സവം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് തിരിച്ചെത്തുമെന്നാണ്. ഒക്ടോബർ 29-30 തീയതികളിൽ ബീഹാറിൽ രാഹുലിന്റെ റാലികൾ നടക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. മുസാഫർപൂരിലും ദർഭംഗയിലും തേജസ്വിയുമായി സംയുക്ത റാലിയും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. അതായത് നവംബർ 6 നടക്കുന്ന 1ാം ഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മുൻപാണ് രാഹുലിന്റെ പ്രചാരണം ബീഹാറിൽ നടക്കുക എന്ന് ചുരുക്കി പറയാം. ബീഹാർ എന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പരീക്ഷണശാലയാണ്. ഇവിടെ വിജയിച്ചുവെങ്കിൽ മാത്രമേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ക്ലച്ച് പിടിക്കാൻ സാധിക്കൂ എന്ന് കാണാം. ബീഹാറിലെ വോട്ടർമാരിൽ സ്ത്രീകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി യുവാക്കളാണ്. അവരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അഭാവം കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 243 സീറ്റുള്ള ബീഹാറിൽ 61 കോൺഗ്രസ് മത്സരിക്കുന്നത്. സഖ്യത്തിന്റെ ഭാഗമായ RJD ആണ് 143 സീറ്റിലും മത്സരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരുന്നെങ്കിലും 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇക്കുറി കുറഞ്ഞത് 30 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ സാധിക്കാതെ വന്നാൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ബീഹാറിൽ തീരുമാനമാകുമെന്ന് മാത്രം ഇപ്പോൾ പറയാം.